മുൻ നിരീശ്വരവാദിയും ന്യൂറോ സർജനുമായ ഡോക്ടർ മൈക്കൽ എക്നർ മസ്തിഷ്ക ശസ്ത്രക്രിയയെക്കുറിച്ചുള്ള തന്റെ ഗവേഷണത്തിലും പരിശീലനത്തിലും അത്ഭുതപ്പെട്ട് നിരീശ്വരവാദത്തിൽ നിന്ന് ക്രിസ്തുവിശ്വാസത്തിലേക്ക് വന്നു. ആത്മാവെന്നൊന്നില്ലെന്ന് പല ശാസ്ത്രജ്ഞരും ഡോക്ടർമാരും വിശ്വസിക്കുന്നു. ആധുനിക നാഡീശാസ്ത്രവും തന്റെ വിപുലമായ ശസ്ത്രക്രിയ അനുഭവം ഉപയോഗിച്ച് തലച്ചോറിനെ മറികടക്കുന്ന ഒരു ആത്മീയ ശക്തിയുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. തന്റെ അവകാശവാദം തെളിയിക്കാൻ ആകർഷകമായ കേസ് പഠനങ്ങൾ ഉപയോഗിക്കുന്നു. ഡോക്ടർ പറയുന്നു, ജനിച്ചപ്പോൾ തലച്ചോറിന്റെ പകുതി ഭാഗം മാത്രമുള്ള ഒരു കൊച്ചു പെൺകുട്ടി ഇപ്പോൾ സാധാരണയായിരിക്കുന്നു. അവൾ ഇപ്പോൾ 20കളുടെ മധ്യത്തിലാണ്. ഊർജ്ജസ്വലയായ സാധാരണ യുവതിയാണ്. മികച്ച ജോലി ചെയ്യുന്നു. തലച്ചോറിന്റെ പ്രധാന ഭാഗങ്ങൾ നഷ്ടപ്പെട്ട മറ്റ് നിരവധി രോഗികൾ ശരിക്കും സുഖമായിരിക്കുന്നു. മെഡിക്കൽ സ്കൂളിൽ ഞാൻ വായിച്ച ന്യൂറോ അനാട്ടമി പാഠപുസ്തകങ്ങളിലൊന്നും അത് യോജിച്ചതല്ല. അവിടെ വിചിത്രമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇടത് ഫ്രണ്ടൽ ലോബിന്റെ ഭൂരിഭാഗവും നീക്കം ചെയ്തൊരു വ്യക്തിയെ പൂർണ്ണമായും സാധാരണ നിലയിലാക്കാമെന്ന് എന്റെ ഒരു പാഠപുസ്തകവും പറഞ്ഞിട്ടില്ല. തന്റെ ഓട്ടിസം ബാധിച്ച മകന്റെ സൗഖ്യമാണ് ഡോക്ടർ മൈക്കൽ എക്നറിനെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് നടത്താൻ ഒരു പ്രധാന കാരണം. ഒരു സർജൻ എന്ന നിലയിലും ന്യൂറോ സയൻസിലുമുള്ള എന്റെ കണ്ടെത്തലുകളെ അതൊരു തരത്തിൽ പൂരകമാക്കി. മാംസം മാത്രമല്ല, നമുക്ക് ആത്മാക്കളുണ്ടെന്നും നമുക്കൊരു ആത്മീയ വശമുണ്ടെന്നും മനുഷ്യനിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഞാൻ ക്രിസ്തു വിശ്വാസിയായി സ്നാനമേറ്റു. എന്റെ കുടുംബത്തിലെ പലരും സ്നാനമേറ്റു, എക്നർ പറയുന്നു.